വർഷങ്ങൾക്ക് ശേഷമാണ് അച്ഛൻ മകൻ. ഞങ്ങളുടെയൊക്കെ ചൈൽഡ്ഹുഡിൽ സത്യം പറഞ്ഞാൽ ഏറ്റവും ഡയലോഗ്സ് ഒക്കെ കാണാപ്പാടമായിരുന്ന ഒരു ചിത്രമാണ്. അത്ര നല്ല കോംബോ ആയിരുന്നു, രസകരമായിരുന്നു. മീമുകളും മറ്റുമൊക്കെ പിൽക്കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ചിത്രം കൂടിയാണ്. പിന്നെയും ആ ഒരു കോംബോ വരികയാണ്. എന്താണ് ഷൂട്ടിംഗ് വിശേഷങ്ങൾ? ഷൂട്ടിംഗ് വിശേഷങ്ങൾ ഞാൻ ഒരു മലയാള സിനിമ ചെയ്തിട്ടൊരു 1.5 വർഷത്തിന് മുകളിലായി. എബ്രഹാം ഹോസ്ലർ എന്നുള്ള സിനിമയാണ് അവസാനം ചെയ്തത്. അതിനുശേഷം ആളുകൾ ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് ഒരു മലയാള സിനിമ ചെയ്യുന്നില്ല. മറ്റൊന്നും കൊണ്ടല്ല, ഒരു മനസ്സിന് 100% തൃപ്തി തരുന്ന ഒരു നല്ല സ്ക്രിപ്റ്റ് വരാത്തതുകൊണ്ട് മാത്രം തന്നെയാണ്. അപ്പോൾ ആ ഇടവേളകളിൽ മറ്റ് കന്നഡ, തമിഴ്, തെലുങ്ക് മുതലായ മറ്റു ഭാഷകളിൽ നിന്ന് അപ്രധാനമല്ലാത്ത എന്നാൽ നായകതുല്യമല്ലാത്ത വേഷങ്ങളുള്ള ഒരുപാട് ഓഫറുകളുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരുന്നു. കാരണം ഒരു നല്ല സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പിന് വേണ്ടിയിട്ടായിരുന്നു അത്. അങ്ങനെയാണ് ജൂഡ് ആൻ്റണി വളരെ മനോഹരമായിട്ടുള്ള ഈ തിരക്കഥയുമായിട്ട് എത്തുന്നത്. അച്ഛനും മകനും ഞങ്ങൾ രണ്ടുപേരും കൂടി ചെയ്താൽ അത്ര ഗംഭീരമാവും എന്ന് അദ്ദേഹം പറഞ്ഞു. ഫുൾ സ്ക്രിപ്റ്റ് വായിച്ച് കേട്ട ശേഷം അത്രയുമധികം വളരെ സന്തോഷം തോന്നിയ ഒരു നിമിഷമായിരുന്നു അത്. അതാണ് ശരിക്കും ഗോകുലം പോലത്തെ നല്ലൊരു ബാനറിൽ ആ സിനിമ ചെയ്യാൻ കഴിയുന്നത്. വളരെ വളരെ സന്തോഷം. ഇത് കേട്ടപ്പോൾ എന്തായിരുന്നു കാളിദാസിൻ്റെ ഒരു റിയാക്ഷൻ എന്തായിരുന്നു? കാരണം ഇത്രയും ഇയേഴ്സിന് ശേഷം ഡെബ്യൂട്ട് 2 ചിത്രങ്ങൾ നമ്മൾ ഓൾറെഡി കുഞ്ഞിലെ കണ്ടതാണ് കോംബോ. അതിനുശേഷം ഒരു വർക്കൗട്ട് ആകുമ്പോൾ നിങ്ങൾ തമ്മിലുണ്ടായ ഒരു ടോക്ക് എന്താണ്? അല്ല, കണ്ണനും കാളിദാസും മലയാളത്തിലേക്ക് ഈ ഓഫറുകൾ വരുന്നുണ്ട്. പക്ഷെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഓഫർ വരുന്നില്ല. അപ്പോൾ കണ്ണനും അത് തന്നെ പറഞ്ഞിരുന്നത്, അങ്ങനെ ഒന്ന് വന്നാൽ മാത്രം ചെയ്യാം, അല്ലെങ്കിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞപ്പോൾ കാളി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെലുങ്കിൽ ഒരു വലിയ സിനിമയാണ്, ബിഗ് ബഡ്ജറ്റ് സിനിമയാണ്. അതിൻ്റെ പേര് മഹാകാളി എന്നാണ്. അപ്പോൾ അതിൽ നായകനായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഇത് വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെ ഒരു ത്രില്ലടിച്ച ഒരു തിരക്കഥയായിരുന്നു. സന്തോഷം, ഒരുപാട് സന്തോഷം എല്ലാത്തിനും. ഏട്ടാ, ഒരൊറ്റ കാര്യം കൂടി. അതായത് ഇപ്പം നേരത്തെ തന്നെ പറഞ്ഞു, ഈ നായക പ്രധാനമല്ലാത്ത ചിത്രങ്ങൾ മറ്റു ഭാഷയിലായിരുന്നു. ഇപ്പം ഈ മലയാളികളായിട്ടുള്ള സിനിമാ നിരൂപകർ അല്ലെങ്കിൽ അയാളുടെ ഫാൻസ് തന്നെ സ്വാഭാവികമായിട്ടും ഇപ്പോഴും ഒരു മുൻനിര 4 പേരിൽ നമ്മൾ എപ്പോഴും പ്ലേസ് ചെയ്യുന്ന നടൻ തന്നെയാണ്. അത് മലയാളത്തിൽ ഇനി സിനിമ ചെയ്തില്ലെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അത് ഈ സൈഡ് റോള്, കൊമേഡിയൻ റോളൊക്കെ വരുമ്പോഴത്തേക്ക് അത് ഏട്ടൻ്റെ ഒരു അഭിനയ പ്രാധാന്യത്തിനനുസരിച്ചുള്ള സിനിമ എല്ലാം എന്നൊരു വിമർശനം കൂടി വരുന്നുണ്ട്. അതെങ്ങനെയാണ് കാണുന്നത്? അതില്ല, നമ്മളൊരു മറ്റ് ഭാഷയിൽ വിളിക്കുക, അല്ലെങ്കിൽ അവർ നമ്മുടെ സിനിമ കണ്ട ശേഷം, ഇപ്പം ഞാൻ തെലുങ്കിൽ 11-12 സിനിമകൾ ചെയ്തു കഴിഞ്ഞു. അത് ആദ്യം ഒരു സിനിമ ചെയ്തു, അലാ വൈകുണ്ഠപുരം എന്നൊരു സിനിമ ചെയ്തു. അതിൽ അല്ലു അർജുൻ്റെ കൂടെ. അതിന് മുമ്പൊരെണ്ണം ചെയ്തു, ബാഗുമതി എന്ന് പറഞ്ഞ സിനിമ. അതൊക്കെ കണ്ട് അവർക്ക് എന്നെ ഇഷ്ടമായതുകൊണ്ടാണ് ഫർദർ പടങ്ങളിൽ അവർക്ക് വിളിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വലിയ ക്രെഡിറ്റായിട്ടാണ് കാണുക. അപ്പോൾ അതേപോലെ തന്നെയാണ് കന്നഡത്തിൽ അവിടുത്തെ ഏറ്റവും വലിയ ശിവരാജ് കുമാറിൻ്റെ കൂടെ ഒരു സിനിമ ആദ്യം ചെയ്യാൻ കഴിഞ്ഞു. ഇപ്പോൾ വീണ്ടും ഞാനും ശിവരാജ് കുമാറും അടുത്ത സിനിമ ഇപ്പോൾ ചെയ്യാൻ പോകുന്നു. കാന്താര പോലെയുള്ളൊരു വലിയ സിനിമയുടെ ഒരു വലിയ ഭാഗമാകാൻ കഴിയുന്നു. എന്നെ വിളിക്കാവുന്നതിൽ ഏറ്റവും നല്ല വേഷങ്ങൾക്കാണ് അവർ വിളിക്കുന്നത്. അപ്പോൾ അതൊരിക്കലും നിരസിക്കാൻ പാടില്ല. ഓരോ ഭാഷകൾ നമുക്ക് തരുന്നൊരു ഏറ്റവും വലിയൊരു സ്വീകാര്യതയാണത്. അത് ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു അതിൽ. പിന്നെ പുതിയ പുതിയ ഭാഷകൾ പഠിക്കാൻ പറ്റുന്നു, അവിടെ പോയി സിനിമകൾ ചെയ്യാൻ കഴിയുന്നു. എനിക്ക് വളരെ വളരെ സന്തോഷം. ഒപ്പം എന്നെ ഞാനാക്കിയ എൻ്റെ മലയാളത്തിൽ തിരിച്ചും നല്ല പ്രോജക്റ്റുകൾ വരുന്നു എന്നുള്ളത് ഒരുപാട് സന്തോഷം. ഇത് കഴിഞ്ഞ ശേഷവും നല്ല ലൈനപ്പായിട്ട് 2-3 നല്ല സിനിമകൾ എന്നെ തേടി എത്തിയിട്ടുണ്ട്. ഷൂട്ട് നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ട് ചെയ്യാണ്. ആശകളായിരം. ഞാനും എല്ലാവരെയും പോലെ എക്സൈറ്റഡ് ആണ്. അപ്പയുടെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നന്നാവട്ടെ. അതെ, അങ്ങനെയല്ല, നമുക്ക് എപ്പോഴും ഞാൻ അപ്പയുടെ കൂടെ ആണെങ്കിലും സ്ക്രീൻ ഷെയർ ചെയ്തിട്ടില്ലെങ്കിലും പുത്തൻ പുതു കല എന്ന് പറഞ്ഞൊരു വെബ് സീരീസ് ചെയ്തായിരുന്നു. അപ്പോൾ എല്ലാവരെയും പോലെ ഞാനും വെയിറ്റ് ചെയ്യായിരുന്നു എപ്പോഴാണ് ഒരുമിച്ച്, അതും മലയാളത്തിലൊരു സിനിമ. അതിന് എല്ലാം കറക്റ്റായിട്ട് സെറ്റായി വന്നപ്പോൾ സമയം പിടിച്ചു. അതിപ്പോൾ ഹോപ്പ്ഫുള്ളി നന്നായിട്ട് ചെയ്യാൻ പറ്റട്ടെ, അതാണ്.